ഇത്രയും ഈസി ആയിട്ടുള്ള റെസിപ്പി കണ്ടാൽ നമ്മൾ മാത്രം എങ്ങനെ ട്രൈ ചെയ്യാതിരിക്കും. സോ ഞാനുണ്ടാക്കി ദ വൈറൽ ബൺ മസ്ക ആൻഡ് ഇറാനി ചായ്. ആദ്യം തന്നെ റൂം ടെമ്പറേച്ചറിലുള്ള കുറച്ച് ബട്ടർ എടുക്കുക. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്തിട്ട് ഇതിനെ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല തിക്കായിട്ടുള്ള ഒരു ക്രീം ടെക്സ്ചറാണ് നമുക്ക് ഇതിനാവശ്യമുള്ളത്. വിസ്ക് ഉപയോഗിച്ച് ചെയ്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വിസ്ക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതുപോലെ ഒരു പ്ലെയിൻ ബണ്ണെടുക്കുക, അതിനെ രണ്ടായി കട്ട് ചെയ്യുക. ദെൻ നമ്മുടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പേസ്റ്റ് നല്ല തിക്കായിട്ട് അതിൽ ഫുൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ക്രീമിലേക്ക് ഒരു 2 ഡ്രോപ്പ് വാനില എസൻസ് കൂടി ആഡ് ചെയ്യട്ടെ. ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്യണില്ല, എനിക്കതിൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഇതേപോലെ ഇതിൻ്റെ സൈഡിലും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ബൺ മസ്കിൻ്റെ റെസിപ്പി ഇവിടെ കംപ്ലീറ്റ് ആയിക്കാണ്. ഇനി നമുക്ക് ഇറാനി ചായ എങ്ങനെ ഉണ്ടാക്കുന്നത് കൂടി നോക്കാം. നമ്മളിവിടെ ഗ്രാമ്പു, ഏല, പട്ട തുടങ്ങിയ സ്പൈസസ് ആണ് എടുക്കുന്നത്. എന്നിട്ട് അതിലോട്ട് 2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അതിലേക്ക് 2 സ്പൂൺ ചായപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ അതിനെ ഒരു ഗ്ലാസ് ആക്കിയിട്ട് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ കുറച്ച് തിളപ്പിച്ച പാലെടുക്കുന്നു, ആവശ്യത്തിന് മധുരം അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതെല്ലാം പാലിൽ അതൊന്ന് നന്നായി ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഒരു ഗ്ലാസ് എടുക്കുക. അതിന് ഒരു പകുതി ഭാഗം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ല ആ ചായൻ്റെ മിക്സും അതുപോലെ തന്നെ ഒരു പകുതി ഈ പാലിൻ്റെ മിക്സും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇറാനി ചായ റെഡി ആവും കേട്ടോ. അപ്പോൾ ഫൈനലി നമ്മുടെ ബൺ മസ്കയും ഇറാനി ചായയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.